ഇത് ഞങ്ങളുടെ ഫാമിലി തന്നെയുള്ളൊരു ആൻറ്റിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവരെ മക്കൾ ഓർഡർ ചെയ്തിട്ടുള്ളൊരു 1/2 kg വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ ഒരു രാത്രിയൊക്കെ ആയിട്ട് ഈ കേക്ക് സെറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്ത്. ഞാൻ ഈ പണി തുടങ്ങുന്നത് കൊടുക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾ മുമ്പാണ്. അതൊരു ഉച്ച നേരത്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെയാണ് കേട്ടോ. എപ്പോൾ നേരത്തെ ഓർഡർ കിട്ടിയാലും ഞാൻ ആ അവസാന സമയത്താണ് ഓടിപ്പടഞ്ഞ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ സ്പഞ്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നല്ലപോലെ. അത് അതിൻ്റെ ഒരു മുട്ടയുടെ സ്മെല്ലും ആ ഒരു ചൂടൊക്കെ ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫില്ലിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സ്ട്രോബെറി ക്രഷ് ഇടാറുണ്ട്. കുറച്ച് സ്ട്രോബെറി ക്രഷ് ഇടുമ്പോൾ കുറച്ചധികം ടേസ്റ്റ് തോന്നാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചോക്ലേറ്റ് കട്ട് ചെയ്തത് കുറച്ചധികം ഉള്ളിലേക്ക് നല്ലോണം ഫില്ലിങ് ചെയ്യാറുണ്ട്. ഇതിങ്ങനെ ഇട്ടതിന് ശേഷം ഞാൻ ഓർത്തത് ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ഓടിപ്പോയിട്ട് ഒരു ഗ്ലൗസ് എടുത്തിട്ടിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഇട്ടത്. കൂടാതെ കുറച്ച് ചെറി കട്ട് ചെയ്തിട്ടും ഞാനിതിലിടാറുണ്ട്. അങ്ങനെ നമ്മൾ ഷുഗർ സിറപ്പൊക്കെ വെച്ചിട്ട് നല്ലോണം വെറ്റ് ചെയ്തിട്ടാണ് അടുത്തൊരു ലെയർ വയ്ക്കാൻ പോകുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയാസൊന്നും മൈൻഡിലുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ അധികം വലിയ വലിയ ഡിസൈനിക്കൊന്നും ഞാൻ പോകാറില്ല കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യാനാണ് ശ്രമിക്കാറ്. പക്ഷെ വളരെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം എഫേർട്ട് ഇട്ടാലും കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഫ്ലോപ്പ് ആവാറുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഫില്ലിങ്സും കൂടി കഴിഞ്ഞു. ഞാൻ ക്രഷ് ആൻഡ് ക്രംസിൻ്റെ കൊക്കോ പൗഡറാണ് അധികം യൂസ് ചെയ്യാറ്. അത് വെച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല സ്പഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. വേറൊരു കമ്പനിയുടെയും ഉണ്ട്, അതും കുഴപ്പമില്ല. പക്ഷെ ഞാനധികവും ക്രഷ് ആൻഡ് ക്രംസിൻ്റെയാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ ക്രം കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേക്ക്. ക്രം കോട്ട് ചെയ്തിട്ടൊരു കുറച്ച് സമയമെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷെ നമ്മളത് പെട്ടെന്ന് കൊടുക്കേണ്ട കേക്കായതിൻ്റെ പേരിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് വേഗം എടുക്കേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൽ എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് പിടിക്കാൻ പറ്റിയൊരു സ്റ്റാൻഡില്ല. നെക്സ്റ്റ് ഇനി അതാണ് എനിക്ക് മേടിക്കേണ്ടത്. കാരണം ഈ ഒരു വീഡിയോ എനിക്ക് നല്ലപോലെ എടുക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കുറച്ചും സ്ലോ ആയി പോണ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്യാൻ പോവാണ്. ഞാൻ സാധാരണഗതിയിൽ ക്രീം തനിയെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പതിവ്. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലിട്ട് ചെയ്യാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുകയാണ്. സക്സസ് ആവോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. എൻ്റെ ശബ്ദം ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല കോൾഡ് ഉണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ശബ്ദം. ഗ്ലൗസ് ഇട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ ഗ്ലൗസൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൈഡ് ഷേപ്പ് ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫിയോണയുടെ ക്രീമാണ്. ഫിയോണയുടെ ക്രീം യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രീമിന് സ്മെല്ലധികം ഇല്ല, അതേപോലെ മധുരം അധികം ഇല്ല. അതിൻ്റെ പേരിലാണ് ഞാൻ ഫിയോണയുടെ ക്രീം യൂസ് ചെയ്യുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയാസൊന്നും ഇല്ലാണ്ടായപ്പോൾ ഞാൻ കുറച്ച് നീല കളർ എടുത്തിട്ട് പാലറ്റ് നൈഫിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് ഭംഗിയായില്ല. പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല സംഭവം വന്നത്. ഒരു വേവി ഡിസൈൻ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പിന്നെ ഈ കളർ ഇങ്ങനെ ഇരിക്കുന്ന കാരണം ഒരു ഭംഗി കുറവും എനിക്ക് തോന്നി കേട്ടോ. വിചാരിച്ച പോലെ അങ്ങോട്ട് ആയില്ല. നെക്സ്റ്റ് ഞാൻ വീണ്ടും എനിക്ക് മറ്റേതിനേക്കാൾ കൂടുതലും KTM കാർഡോ അങ്ങനത്തെ ഏതെങ്കിലും കാർഡുകൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗി തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ വേവി ഡിസൈനാണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചധികം വൃത്തികേടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഈ തിരക്കടിച്ചിട്ട് കൊടുക്കാനുള്ള കേക്കാണ്. അതിലാണ് ഞാനിങ്ങനെ ഇരുന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും അത് അലമ്പായി, വീണ്ടും ഞാൻ ക്രീമിട്ട് വീണ്ടും ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഈ ഒരു കേക്കിൽ തന്നെ ഞാൻ ഒരുപാട് പണിതിട്ടുണ്ട്. നെക്സ്റ്റ് മേലെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേഗം കൊടുക്കേണ്ട കാരണം ഉടനെ പോയി ഇങ്ങോട്ട് അതിലെഴുതാനുള്ളത് എഴുതി. ഈ ഒരു ഷുഗർ ബോൾസും കൂടി ഇട്ട് വൈറ്റ് കളറിൽ വിചാരിച്ച പോലെ ഭംഗിയായില്ലെങ്കിലും പെട്ടെന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങാണ്ട് ഫോണ്ടൻറ്റിൽ ഇതുപോലത്തെ കുറേ പൂക്കളൊക്കെ വച്ച് അലങ്കോലപ്പണി നടത്തി. അപ്പോഴൊരു ഭംഗി തോന്നിയില്ല. നെക്സ്റ്റ് വീണ്ടും ക്രീം അടിച്ച് വീണ്ടും ക്രീം സെറ്റ് ചെയ്ത് അതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇങ്ങനെ ഒഴിച്ചപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അങ്ങനെ ചോക്ലേറ്റ് മെൽറ്റാക്കി അതിലിങ്ങനെ ലവ് ചിഹ്നം വെച്ചപ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ആദ്യമേ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഓവറാക്കി ചാളാക്കുന്നൊരു പ്രകൃതമാണ്. ഇതുപോലെ തിരക്കടിച്ചൊരു കേക്ക്